ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയ ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കോളർ തയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മിസ്റ്റേക്കുകളും അതിനുള്ള സൊല്യൂഷനുമാണ്. പലരുടെയും പ്രശ്നമാണ് കോളർ തയ്ച്ചിട്ട് നെക്കുമായിട്ട് ജോയിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നെങ്കിൽ കോളറിന് നീളം കൂടുതലായിരിക്കും, അല്ലെ കുറവായിരിക്കും. അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, കോളർ തയ്ക്കാൻ വേണ്ടി അധികം ആൾക്കാരും കോളറിൻ്റെ ലെങ്ത് എടുക്കുന്നത് ഈ നെക്കിൻ്റെ എഡ്ജിലൂടെയാണ്. ഇപ്പോൾ ഈ കാണുന്ന എഡ്ജിലൂടെ ആയിരിക്കും ലെങ്ത് എടുക്കുന്നത്. പക്ഷേ ഒരിക്കലും നമ്മൾ ഈ എഡ്ജിലൂടെ അല്ല എടുക്കേണ്ടത്. ഒരു 1/4 ഇഞ്ച് ഇറക്കിയിട്ട് മാർക്ക് ചെയ്ത് അതിലേക്കൂടി അവിടെയുള്ള അളവാണ് നമ്മൾ കോളറിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും എഡ്ജിലൂടെ അല്ലല്ലോ തയ്ച്ചു കൊടുക്കുന്നത്. ഒരു 1/4 ഇഞ്ച് കയറ്റി വെച്ചിട്ടാണല്ലോ നമ്മളെപ്പോഴും കോളർ നെക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ അളവാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിപ്പം നെക്കിൻ്റെ അവിടുന്ന് ഒരു 1/4 ഇഞ്ച് നീക്കി മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കിങ്ങിൽ കൂടെയുള്ള അളവെടുത്ത് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ കോളർ റെഡിയാക്കാൻ. അതിനുശേഷം നമ്മൾ ഈ മാർക്കിങ്ങിൽ കൂടെ തന്നെ നെക്കിലേക്ക് കോളർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി കോളർ തയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ്, ചിലപ്പോൾ നമ്മൾ 4 തവണ അളവെടുത്താലും 4 തരത്തിലുള്ള അളവായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നെക്കിൻ്റെ അളവെടുക്കുമ്പം ടേപ്പ് വെച്ചിട്ടല്ലേ അളക്കുന്നത്. അങ്ങനെ ടേപ്പ് വെച്ച് അളക്കുമ്പം ഈ ടേപ്പ് അത്ര ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചളക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ഈ കോളറിൻ്റെ കേസിൽ ചെറിയൊരു വേരിയേഷൻ മതി, നമ്മുടെ കോളറിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് തെറ്റിപ്പോവും. അതുകൊണ്ട് അത്ര ആക്യുറേറ്റ് ആയിരിക്കണം നമ്മൾ അളന്നെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടേപ്പ് വെച്ച് അളക്കാൻ കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ത്രെഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ ഒന്ന് അളന്ന് നോക്കുക. എന്നിട്ട് ആ ത്രെഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ടേപ്പയിൽ വെച്ച് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇത് നമ്മളത് 1/4 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തില്ലേ, ആ മാർക്കിങ്ങിൽ കൂടെ ഈ ത്രെഡ് വെച്ചിട്ട് ഫുൾ അളന്ന് നോക്കണം. ആ ത്രെഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ടേപ്പയിൽ വെച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ കോളർ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കോളർ തയ്ക്കുമ്പം ചെയ്ത് നോക്കുക. താങ്ക്